ഫൈവർ ചിലർക്കെങ്കിലും അത് ശരിക്കും റിസൾട്ട് കിട്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതിനൊരു പ്രൂഫായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇതിൽ ആക്റ്റീവ് ഓർഡേഴ്സ് ഒരു 285 കിടപ്പുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 220 ഓർഡർ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്തില്ലേ, പക്ഷേ ഇന്ന് ശരിക്കും നല്ല ദിവസമാണ്. ഇന്ന് ഈ ഇതിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു റിവ്യൂ ചോദിച്ചത്. ഇന്ന് ഞാൻ രാവിലെ ഉറക്കം എണീറ്റപ്പോൾ 2 ഓർഡർ കിടക്കണം. അത് 2 ഞാൻ കുറച്ചധികം റേറ്റ് Premium membership by Mallufreelancer. എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫൈവർ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ജോലി എന്ന് പറയുന്നത് മിക്ക പലപ്പോഴും യൂട്യൂബിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധിക പേരും സംസാരിച്ചിട്ടില്ലാത്ത ഒരു ജോലിയാണ്. നമുക്ക് റീസെൻ്റ്ലി വന്നിരിക്കുന്ന AI ടൂളുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫൈവറിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലർ കാറ്റഗറിയിൽ റീസെൻ്റ്ലിയാണ് ഇവിടെ AI സർവീസ് എന്ന് പറയുന്നൊരു ടേം ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളും അതിൻ്റെ ഉപയോഗങ്ങളും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ഓൺലൈനിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഓഫ്ലൈൻ മേഖലകളിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഓഫ്ലൈൻ ജോലികളിലും നമ്മളെ ഈ AI ടൂളുകൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഇൻകം കണ്ടെത്താനും പറ്റുന്ന ഒരു ജോലിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ജോലി എന്നുള്ളത്. നിങ്ങൾ നേരെ ഫൈവറിൽ പോയതിന് ശേഷം ആ ഒരു ജോലിയെക്കുറിച്ച് ആദ്യം ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ നേരെ ഫൈവർ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും ഓൺലൈൻ കോഴ്സ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് തന്നെ, ജസ്റ്റ് ആ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റ് ക്രിയേഷൻ, ഓൺലൈൻ കോഴ്സ് സെയിൽ ഫണൽ, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കണ്ടൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഓൺലൈൻ മാസ്റ്റർ ക്ലാസ്, ഓൺലൈൻ കോഴ്സ് തുടങ്ങിയിട്ട് കുറേ കണ്ടൻറ്റുകൾ കൂടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നിന്നും ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കീവേഡിനകത്ത് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം റിലേറ്റഡ് ജോലികൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇത് ശരിക്കും ഒരു കോപ്പിറൈറ്റഡ് മോഡൽ ജോബാണ് കേട്ടോ. കോപ്പിറൈറ്റ് ജോലികൾ നമ്മുടെ ചാനലിനകത്ത് പരിചയപ്പെടുത്തണം എന്നുള്ളത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. ഇത് അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജോലിയാണ്, കോപ്പിറൈറ്റ് ജോബാണിത്. കാരണം ഇത് നമ്മൾ കണ്ടൻറ്റുകൾ എഴുതുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഒരുപാട് സെല്ലേഴ്സ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്, നല്ല രീതിയിൽ പ്രൈസ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടല്ലോ 7,000, അതുപോലെ 8,000, ദെൻ 1,000 തുടങ്ങിയിട്ട് പല പ്രൈസിന് ഇവിടെ ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ AI ടൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ജോലി ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിന് മുൻപേ നമുക്ക് ഇത്തരം ജോലികൾക്കൊക്കെ ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കണം. അതിന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന 1-2 ഗിഗുകൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ 8,000 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ 8,000-ന് ബേസിക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. താഴെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് അവർക്ക് റിവ്യൂ ലഭിച്ചിരിക്കുന്നത് എപ്പോഴൊക്കെ നോക്കുക. കണ്ടല്ലോ 1 വീക്ക് അഗോ, ഒരു ആഴ്ച മുൻപാണ്. അതേപോലെ 3 മന്ത് അഗോ. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോഴും ഓർഡേഴ്സൊക്കെ ലഭിക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ് ഈ ഒരു സെഷൻ. കാരണം 1 വീക്കിലാണ് ലാസ്റ്റ് ഒരു റിവ്യൂ ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് ക്യൂ ഉണ്ടോ നോക്കിയാലും മതി കേട്ടോ. ഓർഡേഴ്സ് ഇവിടെ ക്യൂ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് അത് ഡിമാൻഡുള്ള ജോബാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ലർ ബേസിക് പാക്കേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് 8,000 റുപ്പീസാണ്. അതേപോലെ തന്നെ പ്രീമിയം ആവുന്ന സമയത്തേക്കും 1,12,000. കേട്ടല്ലോ, 7,000 വേർഡ് ഉപയോഗിക്കുമ്പോൾ കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, 7,000 വേർഡ് ഉപയോഗിക്കുമ്പോൾ 1,12,000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് നമ്മുടെ ക്ലയൻറ്റ് നമ്മളോട് പറയണം ഇന്നൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകളാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആസ് എ സെല്ലർ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സൈറ്റ് അല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഓൺലൈൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു ജോബായിട്ട് തന്നെ നമ്മുടെ ഫൈവറിനകത്തുണ്ട്. ഓൺലൈൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓൺലൈൻ കോഴ്സ് വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് അത് നമുക്ക് വേർഡ്പ്രസ് ഒക്കെ പോലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്നതാണ്. ഓൺലൈൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ജോലികൾ, ഇത്തരത്തിൽ ഒരുപാട് ജോലികൾ ഫൈവറിനകത്ത് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഏകദേശം 650-ൽ കൂടുതൽ ജോലികൾ, ഫ്രീലാൻസ് ജോബുകൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് തന്നെയുണ്ട്. ഫൈവർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്ത് തന്നെയുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്കിതിനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് റീസെൻ്റ്ലി AI ലോകത്തേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തേക്ക് വന്നിട്ടുള്ള ChatGPT എന്ന് പറയുന്ന ഒരു ടൂളാണ്. ChatGPT ടൂളിനെ കുറിച്ചുള്ള വീഡിയോ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ChatGPT ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയുള്ള പ്രോംപ്റ്റുകൾ നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു ജോബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. സോ അതിനായിട്ട് നേരെ നമ്മൾ ChatGPTയിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് നൽകുകയാണ്.
ഞാൻ ChatGPTയിലേക്ക് പോയിട്ട് ഒരു പ്രോംപ്റ്റ് നൽകുകയാണ്. ഐ എം പ്ലാനിങ് ടു ലോഞ്ച് എ ന്യൂ കോഴ്സ് ഫോർ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്. ഇറ്റ്സ് ആൻ ഓൺലൈൻ കോഴ്സ്. ഐ നീഡ് ഓൾ സെഷൻസ് ആൻഡ് ചാപ്റ്റേഴ്സ് ഇൻ ഡീറ്റെയിൽഡ്. ഓക്കെ, ഞാനിനി അത് ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് കോഴ്സിൻ്റെ ഓവർവ്യൂ, അതുപോലെ മൊഡ്യൂള്, അങ്ങോട്ടുള്ള ഓരോ മൊഡ്യൂൾ വൈസായിട്ട് അത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ടേമുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഓൺലൈനിൽ എന്നുള്ളവരി ഓഫ്ലൈനിൽ ഉപയോഗപ്പെടും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഓഫ്ലൈൻ ജോലികൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ChatGPT ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ നമുക്ക് ChatGPT പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കോഴ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇപ്പോൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കോഴ്സാണോ നമ്മളോട് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് നേരെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കടല ഇതിൻ്റെ പേരടക്കം, കോഴ്സ് ടൈറ്റിൽ, മാസ്റ്ററിങ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, അങ്ങനെ പേരടക്കം, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ChatGPT ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നേരെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒരു ഡോക് ഫയലിലേക്ക്, ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വേർഡിനകത്തേക്കാണ് ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ സാധിക്കും, വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡിലേക്കാണ് ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വേർഡിലേക്ക് കൊണ്ടുവരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് ഡോക് ഫയലിലേക്കും അതേപോലെ PDF ഫയലിലേക്കും ഔട്ട് എടുക്കാം. ഇതായിരിക്കണം നമ്മൾ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നത്. PDF അല്ലെങ്കിൽ ഡോക്ക് ഫയലായിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഇൻ കേസ് ഇനി നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് വേർഡ് ഇല്ല, മൈക്രോസോഫ്റ്റ് വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഡോക്ക് യൂസ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിനകത്ത്, നമ്മുടെ ക്രോമിനകത്ത് ഗൂഗിൾ ഡോക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്ക് യൂസ് ചെയ്തിട്ടും ഇത് PDF ഫയലിലും അതേപോലെ ഡോക്ക് ഫയലിലും ഔട്ട് എടുക്കാൻ സാധിക്കും. നേരെ ഗൂഗിൾ ഡോക്കിൽ പോയിട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈവൻ വേർഡ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ കയ്യിൽ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഇതിൽ തന്നെ നമുക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ അധികം ലെങ്തി ആവേണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഇതിൽ കൂടുതൽ കണ്ടൻറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാത്തത്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതായത് ഇവിടെ മൊഡ്യൂൾ 1 ഇപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന കുറേ സെക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. അതിൽ 1.1, 1.2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ChatGPTയോട് ആവശ്യപ്പെടുകയാണ്, അതായത് മൊഡ്യൂൾ 1 ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറയുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി 1.1, 1.2 എന്ന് പറഞ്ഞിട്ട് 2 സെഷൻ മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് എന്നുള്ള രീതിയിൽ. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ അത് ആ ഒരു സെക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇനി വീണ്ടും ലെങ്തി ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷൻസ് ഇനിയും നമുക്ക് ലെങ്തി ആയിട്ട് എടുക്കാൻ പറ്റും. കണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ രണ്ടാമത് ചോദിച്ചിട്ട് രണ്ടാമത് കൊടുത്ത പ്രോംപ്റ്റ് ഇതാണ്. സെക്കൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ കൊടുത്ത സമയത്ത് നേരത്തെ മൊഡ്യൂൾ 1 അതുപോലെ 1.1 എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തു. അല്ല ഓരോന്നും എങ്ങനെയാണ് ഓരോ ദിവസം വരേണ്ടത്, ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തു. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേഷൻ, ഒരു കോഴ്സ് കണ്ടൻറ് ക്രിയേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റും. ഇത് നമുക്ക് ഫൈവറിൽ മാത്രമല്ല, അപ്വർക്ക് എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും. പ്രൊഫഷണലി നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ ഇന്ന് വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന 2 വെബ്സൈറ്റുകളാണ്. ഒന്ന് ഫൈവറും അതുപോലെ അപ്വർക്കും. ഈ അപ്വർക്കിനും നിങ്ങൾക്ക് സെയിം ജോബ് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ. കുറേ ക്ലയൻറ്റുകൾ അവിടെ അപ്വർക്കിനകത്തും വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് വേണ്ട കോഴ്സ് എന്താണോ അതിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് ChatGPT ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളൊരു ഡോക് ഫയലിലേക്ക് ആക്കിയതിന് ശേഷം നേരെ ഇവിടെ ഫയലിൽ വരിക. ഫയലിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ സേവ് ആസ് എന്നുള്ളത് കാണാം. ഒന്നുകിൽ സേവ് കൊടുക്കുക അല്ലെങ്കിൽ സേവ് ആസ് എന്നുള്ളത് കൊടുക്കാം. ദെൻ സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ക് ഫോർമാറ്റിൽ, അതായത് ഇവിടെ ഈ ഡോക്ക് എക്സ് കണ്ടല്ലോ, ഈ ഡോക്ക് ഫോർമാറ്റിലും അതായത് DOC ഫോർമാറ്റിലും അതേപോലെ തന്നെ PDF ഫോർമാറ്റിലും നിങ്ങളിത് സേവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഡോക്ക് ഫോർമാറ്റിലും അതുപോലെ PDF ഫോർമാറ്റിലും സേവ് ചെയ്തിട്ട് ഈ ഫയൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട ടേം എന്ന് പറയുന്നത്. ഈ ഫയലുകൾ സബ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഔട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഫൈവറിൽ പോയിട്ട് സബ്മിറ്റ് പേജിനകത്ത് അത് കൊടുത്തിട്ട് ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ആവും.
സോ അതുപോലെ റീസെൻ്റ്ലി ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ പുതിയ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് മല്ലു ഫ്രീലാൻസർ പ്രീമിയം മെമ്പർഷിപ്പ് എന്നുള്ളത്. ഇവിടെ നമുക്ക് കുറേ നോൺ സ്കിൽ ജോലികൾ, അതായത് നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഫ്രീലാൻസ് ജോലികൾ, അതുപോലെ അതെങ്ങനെ നമുക്ക് ഫൈവർ പോലുള്ള വെബ്സൈറ്റുകൾ സക്സസ് ആക്കി എടുത്തിട്ട് അത് നല്ല രീതിയിൽ ഏർണിംഗ് കണ്ടെത്തണം, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും CPA മാർക്കറ്റിങ്ങും ബ്ലോഗിങ്ങും ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങും ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിലൂടെയുള്ള റവന്യൂകളും തുടങ്ങിയിട്ട് ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം മെമ്പർഷിപ്പ് നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണത്. അത് ഓൾമോസ്റ്റ് ഒരു 90 ദിവസം, അതായത് 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. 1 ഇയർ എക്സ്റ്റൻഡഡ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. കാരണം ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് സംശയങ്ങൾ വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സപ്പോർട്ട് സെക്ഷനും ഇതിനകത്തുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, താഴെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി.